ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായത്തിൻ്റെ 1ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഐഡൻറ്റിറ്റീസ് എന്ന അധ്യായം, മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് ആണ്. അതിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നമാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 104 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 12 സെൻറ്റിമീറ്റർ. ഒരു 104 സെൻറ്റിമീറ്റർ നീളവും 12 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 104 ഇൻറ്റു 12. 104 ഇൻറ്റു 12 നമുക്ക് വളരെ എളുപ്പത്തിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കി. 104 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 112ഉം 412ഉമായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ 100 + 4 ഇൻറ്റു 12 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടാം. അതായത് 100 ഇൻറ്റു 12 1200, 12 ഇൻറ്റു 4 വരുമ്പോൾ 48. അപ്പോൾ 1200 48 എന്ന് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോൾ 100 + 4 ഇൻറ്റു 12, അതായത് 100 ഇൻറ്റു 12 + 4 ഇൻറ്റു 12. 100 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 1200, 4 ഇൻറ്റു 12 48, ദാറ്റ് ഈസ് 1248. ഇത് നമുക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോൾ മനസ്സിൽ കണക്കൂട്ടാൻ പറ്റും. അത് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെടുത്ത് ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഒരു റെക്റ്റാങ്കിള്, അതിൻ്റെ ലെങ്ത് 104 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 12 സെൻറ്റിമീറ്റർ, അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു 100 വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു 4 സെൻറ്റിമീറ്റർ, 100ഉം 4ഉം ആയിട്ട് എടുത്തു. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12 ഇൻറ്റു 100 1200 ആയിരിക്കും. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12 ഇൻറ്റു 4 48 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റെക്റ്റാങ്കിളിൻ്റെയും കൂടി ഏരിയ ചേരുന്നതാണ് ആ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അതായത് 1200 + 4 ഇൻറ്റു 12, അതായത് 1248. അപ്പോൾ ഇങ്ങനെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുമായിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാം. വാട്ട് അബൌട്ട് 26 ഇൻറ്റു 15, 26 ഇൻറ്റു 15. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 20 + 6 ഇൻറ്റു 10 + 5, 0 ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി. അതായത് 26നെ 20 + 6 എന്നും 15നെ 10 + 5 എന്നും എഴുതാം. അപ്പോൾ അത് നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് എടുത്ത് നോക്കി. ഒരു റെക്റ്റാങ്കിള്, അതിൻ്റെ ലെങ്ത് 26, ബ്രെഡ്ത്ത് 15. അതിനെ 26നെ 20 + 6 എന്നെടുത്ത് കട്ട് ചെയ്തു. അതുപോലെ 15നെ 10 + 5 എന്നെടുത്ത് കട്ട് ചെയ്തു. അപ്പോൾ നോക്കിയാൽ 4 റെക്റ്റാങ്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട്. ആ റെക്റ്റാങ്കിൾസിൻ്റെ ഒക്കെ ഏരിയ ആഡ് ചെയ്താൽ മൊത്തം ഏരിയ കിട്ടും അല്ലേ? ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 26 ഇൻറ്റു 15 ആണ്. അത് എന്ന് പറയുന്നത് ഈ ചെറിയ 4 റെക്റ്റാങ്കിൾസിൻ്റെയും കൂടി ഏരിയ ആഡ് ചെയ്യുന്നത്. അതായത് ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് 20 ആണ്, ഇത് 5 ആണ്. ഇപ്പോൾ 20 ഇൻറ്റു 5 100 വരും. ഇത് വരുമ്പോൾ 6 ആണ്, ഇത് 5 ആണ്, 6 ഇൻറ്റു 5 വരും. ഇത് വരുമ്പോൾ ഇത് 20 ആണ്, ഇത് 10 ആണ്, 20 ഇൻറ്റു 10 വരും. ഇത് വരുമ്പോൾ ഇത് ഇത്രയും 10 ആണ്, ഇത്രയും 6 ആണ്, 6 ഇൻറ്റു 10 എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഈ 4 റെക്റ്റാങ്കിളിൻ്റെ കൂടി ഏരിയ ചേരുന്നതാണ് 20 + 6 ഇൻറ്റു 10 + 5. അതായത് നമുക്ക് എന്ത് എഴുതാം? 20 ഇൻറ്റു 10 + 20 ഇൻറ്റു 5 + 6 ഇൻറ്റു 10 + 6 ഇൻറ്റു 5. അപ്പോൾ 20 + 6 ഇൻറ്റു 10 + 5 എങ്ങനെ എഴുതാം? ഈ ആദ്യത്തെ സമ്മിലെ ഓരോ നമ്പർ കൊണ്ടും രണ്ടാമത്തെ സമ്മിലെ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇപ്പോൾ 20 ഇൻറ്റു 10 + 20 ഇൻറ്റു 5 + 6 ഇൻറ്റു 10 + 6 ഇൻറ്റു 5. ഓക്കെ, അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20 ഇൻറ്റു 10 200, 20 ഇൻറ്റു 5 100, 6 ഇൻറ്റു 10 60, 6 ഇൻറ്റു 5 30. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 390. ദാറ്റ് ഈസ് ദി the area of this rectangle. അപ്പോൾ 20 + 6 ഇൻറ്റു 10 + 5 = 390 എന്ന് കിട്ടും. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ നോക്കിയപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. 6½ ഇൻറ്റു 8 1/3, 6 2/1 ഇൻറ്റു 8 3/1. ഇതിന് നമുക്ക് ഇങ്ങനെ എടുക്കാം. 6½ എന്ന് പറഞ്ഞാൽ 6 + ½ എന്ന് എടുക്കാം. 6 + ½ 8 3/1 നമുക്ക് 8 + 3/1 എന്ന് എടുക്കാം. 6 + 1/2 ഇൻറ്റു 8 + 1/3. ഇതിവിടെ ചെയ്ത പോലെ ചെയ്ത് നോക്കി എങ്ങനെ വരും? 6 കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്യണം, 6 കൊണ്ട് 1/3 മൾട്ടിപ്ലൈ ചെയ്യണം, ഹാഫ് കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്യണം, ഹാഫ് കൊണ്ട് 1/3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ വരും നോക്കിയേ?
6 into 8 plus 6 into 1 by 3 plus half into 8 plus half into 1 by 3. അതുകൊണ്ട് നോക്കിയാൽ 6 into 8 48. അതുപോലെ 6 into 1 by 3 എന്ന് പറഞ്ഞാൽ 6 by 3 ആണ്, അത് 2 ആണ്. ഹാഫ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 4 ആണ്. 1 by 2 into 1 by 3, 1 into 1 1, 2 into 3 6, 1 by 6. അപ്പോൾ നോക്കിയേ 48ഉം 2ഉം 4ഉം കൂടി ആഡ് ചെയ്ത 54 ആൻഡ് 1 by 6. അപ്പോൾ 54 ആൻഡ് 1 by 6 എന്ന് പറയുന്നതാണ് 6 1 by 2 into 8 1 by 3 എന്ന് കാണാവുന്നതാണ്. ക്ലിയർ ആയോ? ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേറൊരു ചോദ്യം നമുക്കത് ജനറലൈസ് ചെയ്യാം. അപ്പോൾ ഒരു റെക്റ്റാങ്കിള് അതിന്റെ ലെങ്തിനെ എക്സ് പ്ലസ് വൈ എന്ന് എടുത്തിരിക്കുന്നു, ബ്രെഡ്ത്ത് യു പ്ലസ് വി എന്ന് എടുത്തിരിക്കുന്നു. അപ്പൊ നോക്കിയേ 4 റെക്റ്റാങ്കിളിന്റെയും കൂടി ഏരിയ ചേരുന്നതാണ് വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ. ഈ വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് എക്സ് പ്ലസ് വൈ, ബ്രെഡ്ത്ത് യു പ്ലസ് വി. അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ. അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നതെന്ന് നോക്കിയേ, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും കൂടി ചേരുമ്പോഴാണ് വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ ആയിട്ട് വരുന്നത്. അതായത് എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി. ഏരിയ ഓഫ് ദി ഔട്ടർ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ആണ്. അത് ഏതിനൊക്കെ ഈക്വൽ ആണ്? ഇതെല്ലാം കൂടിയാണ് എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. അതായത് ഇത് ഈ ഐഡന്റിറ്റി നമ്മൾ ഓർത്തിരിക്കണം. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്ന് ജനറലൈസ് ചെയ്തതാണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി, അതായത് രണ്ട് സമ്മുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സമ്മിലെ ഓരോ നമ്പർ കൊണ്ടും രണ്ടാമത്തെ സമ്മിലെ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതാണ്. എക്സ് ഇൻറ്റു യു പ്ലസ് എക്സ് ഇൻറ്റു വി പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വൈ ഇൻറ്റു വി. അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറയുന്നത് എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. അപ്പൊ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്ക് പല മൾട്ടിപ്ലിക്കേഷൻ മനസ്സിൽ കണക്കൂട്ടുന്നതിനും എളുപ്പത്തിൽ ചെയ്യുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നോക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ എന്ന് നോക്കാം. അതായത് എക്സും വൈയും, അതായത് എക്സിനേക്കാൾ ഒന്ന് കൂടുതലും വൈനേക്കാൾ ഒന്ന് കൂടുതലുമായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം കാണുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഐഡന്റിറ്റി വെച്ച് ചെയ്യുമ്പോൾ എന്താ വരിക? എക്സ് ഇൻറ്റു വൈ, പിന്നെ എക്സ് ഇൻറ്റു വൺ, വൺ ഇൻറ്റു വൈ, വൺ ഇൻറ്റു വൺ. അപ്പോൾ ഒന്ന് നോക്കാം. അതായത് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ. അതായത് നമുക്ക് ഒരു എളുപ്പത്തിൽ ഒന്നിലേക്ക് നോക്കിയേ, എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ. അപ്പോൾ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അവയേക്കാൾ ഒന്ന് കുറവായ സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ കൂടെ ആ സംഖ്യകളുടെ തുകയും ഒന്നും കൂടി ചേർക്കുന്നതാണ്. അതായത് എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ചത് എക്സാമ്പിൾ 71 ഇൻറ്റു 51 കാണണം. 70 50 മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണല്ലോ അല്ലേ? 70 ഇൻറ്റു 50 70 ഇൻറ്റു 50 7 35 3500 കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ ഒരു 70ഉം പിന്നെ ഒരു 50ഉം ഒന്നും കൂടി കൂട്ടിയാൽ മതി. അപ്പൊ 3000 7 5 35 പ്ലസ് 70 പ്ലസ് 50 പ്ലസ് 1 എന്ന് പറയുന്നത് 3621 എന്ന് എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഐഡന്റിറ്റി നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി 21 ഇൻറ്റു 41 ഇതുപോലെ നോക്കിയേ, 20 ഇൻറ്റു 40 ചെയ്യാലോ. 20 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ 800 ആണ്. പിന്നെ എന്താണ്? 20യും 40യും പിന്നെ ഒരു 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? അപ്പോൾ 20 ഇൻറ്റു 40 800ഉം പിന്നെ 20 പ്ലസ് 40 60യും പിന്നെ 1ഉം 61 861 എന്ന് നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു വൈ പ്ലസ് ഹാഫ്. അതായത് എക്സ് പ്ലസ് അര ഇൻറ്റു വൈ പ്ലസ് അര. അപ്പൊ ഇവിടെ നമ്മൾ അതുപോലെ ഒന്ന് നോക്കാം. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി. അതായത് എക്സ് കൊണ്ട് വൈയെ ഗുണിക്കണം, എക്സ് കൊണ്ട് അരയെ ഗുണിക്കണം, അര കൊണ്ട് വൈയെ ഗുണിക്കണം, അര കൊണ്ട് അരയെ ഗുണിക്കണം. അപ്പൊ നോക്കാം. എക്സ് വൈ പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു വൈ പ്ലസ് ഹാഫ് ഇൻറ്റു ഹാഫ്. അത് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് വൈ പ്ലസ് ഇത് നമുക്ക് ഹാഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. എക്സ് ഹാഫ് ഓഫ് എക്സ് പ്ലസ് ഹാഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് 1/4 എന്ന് എഴുതാം. അതായത് എക്സ് വൈ പ്ലസ് ഹാഫ് ഓഫ് എക്സ് വൈ പ്ലസ് വൈ പ്ലസ് 1/4. അതായത് എക്സ് പ്ലസ് അര ഇൻറ്റു വൈ പ്ലസ് അര എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈയുടെ കൂടെ എക്സ് പ്ലസ് വൈയുടെ പകുതിയും
1/4 കൂടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയേ, 6.5 × 8.5 ഗുണിക്കണം. 6 + ½ × 8 + ½ ആണല്ലോ. അപ്പോൾ 6 × 8ഉം പിന്നെ 6 + 8ന്റെ ഹാഫ് പിന്നെ 1/2 × 1/2 1/4. അപ്പോൾ നമുക്ക് മനസ്സിൽ കണക്കൂട്ടാം. 6 × 8 48 8 6 കൂട്ടിയാൽ 14ന്റെ പകുതി 7 ആണ്. അപ്പോൾ 47 55 പിന്നെ 4 അപ്പോൾ ഇത് നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ പറ്റും. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. വേറെ ഒരു എക്സാമ്പിൾ 10.5 × 5.5 10.5 × 5.5. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് 10 × 5 പിന്നെ ½ ഓഫ് 10 + 5 15 കൂട്ടിയതിന്റെ പകുതി പിന്നെ എന്ത് ചെയ്യണം 1/4 1/4 അവിടെ വരും. അപ്പോൾ 50 + 15ന്റെ പകുതി 7.5 57 പിന്നെ ഒരു കാലം കൂടി കൂട്ടുമ്പോൾ 57.75. അപ്പോൾ ഇത്തരത്തിൽ മനസ്സിൽ കണക്കൂട്ടാൻ നമുക്കിത് സഹായിക്കും. വേറെ ഒരു എക്സാമ്പിൾ 12 & 1/4 ഇവിടെ 1/4 ആണ്. 8 & 1/4 അപ്പോൾ അവിടെ നോക്കിക്കേ, ഇത് 12 + 1/4 × 8 + 1/4 ആണ്. അപ്പോൾ നോക്കിക്കേ 12 × 8 പ്ലസ് പിന്നെ എന്താ വരിക, പിന്നെ വരുന്നത് 1/4 ഓഫ് 12 + 8 അതായത് 1/4 × 12 + 1/4 × 8 അതാണ് 1/4 ഓഫ് 12 + 8 പിന്നെ 1/4 × 1/4 കൂടി വരും. അപ്പോൾ നോക്കിയേ 12 × 8 പ്ലസ് 12 8 കൂട്ടിയേ 20 20ന്റെ 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. 1/4 ഓഫ് 20 അപ്പോൾ 26 പ്ലസ് 5 പ്ലസ് 1/16 അതായത് 101 and 1/16 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ്. മെന്റലി ഫൈൻഡ് ഔട്ട് ദി പ്രോഡക്റ്റ്, അതായത് മനസ്സിൽ കണക്കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് 71 × 91. അപ്പോൾ ഒന്ന് കൂടിയ നമ്പർ, അപ്പോൾ അതിനേക്കാൾ ഒന്ന് കുറഞ്ഞ നമ്പറാണ് 70 90. അപ്പോൾ 70 90 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ 70 90 കൂടി കൂട്ടുക, എന്നിട്ട് ഒന്നും കൂടി കൂട്ടുക. അപ്പോൾ അത് നോക്കി ആൻസർ കിട്ടി 7461. ഇത് നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ പറ്റുന്നതാണ്. അതുപോലെ 42 × 62. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കൂടുതലായ നമ്പറാണ്. അപ്പോൾ 40 + 2 × 60 + 2. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താ പറയുക 40 × 60 പ്ലസ് പിന്നെ വരുന്നത് 2 times of 40 വരും, 2 times of 60 വരും. അപ്പോൾ 2 × 40 + 60 പ്ലസ് 2 × 2 ദാറ്റ് ഈസ് 2604. അതായത് അവിടെ 2 കൂടുതലായ നമ്പർ ആയപ്പോൾ ആ സമ്മിന്റെ ചോയ്സ് എടുത്തു. ഇവിടെ 1 കൂടുതലായ നമ്പർ ആയപ്പോൾ ആ സമ്മ് മാത്രം എടുത്തോളൂ. അതായത് 17 90 മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 17 90 കൂട്ടി ഒന്നും കൂടി കൂട്ടി. 2 കൂടുതലായ നമ്പർ ആയപ്പോഴോ 40 60 മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 40 60 ആഡ് ചെയ്തതിന്റെ ചോയ്സ് എടുത്തു. പ്ലസ് 2 × 2 4 അപ്പോൾ 2604. വേറെ എക്സാമ്പിൾ 10 and a half into 6 and a half. ഇതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ജനറലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. 10ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ഹാഫ് ആണ് ഇവിടെ. അപ്പോൾ 10ഉം 6ഉം കൂടി ആഡ് ചെയ്തതിന്റെ ഹാഫ്, പിന്നെ 1/2 × 1/2 1/4. അപ്പോൾ കണ്ടോ 60 + 8 + 1/4 68 and 1/4. ഇത് അടുത്തതുപോലെ 9.5 എന്ന് പറഞ്ഞാൽ 9 and a half ആണ്. 3.5 എന്ന് പറഞ്ഞാൽ 3 and a half ആണ്. അപ്പോൾ അവിടെ നോക്കിക്കേ 9 × 3 പിന്നെ 9ഉം 3ഉം കൂടി ആഡ് ചെയ്തതിന്റെ ഹാഫ്, അതായത് 0.5 ആയതുകൊണ്ടാണ്. അപ്പോൾ 9 3 ആഡ് ചെയ്താൽ 12, 12ന്റെ ഹാഫ് 6. അപ്പോൾ 9 × 3 27 + 6 33. പിന്നെ 0.5 × 0.5 0.25 അല്ലെങ്കിൽ 1/2 × 1/2 എന്നുള്ള കേസ് 1/4. 1/4 എന്ന് പറഞ്ഞാണ് 0.25. ഇപ്പോൾ 33.25 അല്ലെങ്കിൽ 33 and 1/4 അങ്ങനെ നമുക്ക് കിട്ടും. വേറെ ഒരെണ്ണം നോക്കിയേ 10 1/4 × 6 1/4. ഇവിടെ 1/4 ആണ്. അപ്പൊ എന്താ പറയുക 10ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്തതിന്റെ കൂടെ 10ഉം 6ഉം ആഡ് ചെയ്തതിന്റെ 1/4. 1/4 × 10 + 6 പിന്നെ 1/4 × 1/4. അപ്പൊ ഇത് അങ്ങനെ മനസ്സിൽ കണക്കൂട്ടാൻ പറ്റും. 10 × 6 60 ആണ്. 10 60 ആഡ് 6 ആഡ് ചെയ്താൽ 16. അതിന്റെ 1/4 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 64 ആയി. പിന്നെ 1/4 × 1/4 1/60. അപ്പോ 64 and 1/60. അപ്പൊ നമ്മൾ ഈ x + y × u + v എന്ന ഐഡന്റിറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിൽ പല കണക്കുകൾ ഇങ്ങനെ എളുപ്പത്തിൽ കണക്കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.